ദേ ഷബാബി ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, നല്ല അടിപൊളി മഷ്റൂം റൈസ്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ കേട്ടോ. ഇവനുണ്ടാക്കി ഒരു തവണ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഒന്നും പിന്നെ ഒന്നുമല്ല. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ മഷ്റൂം റൈസ് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഉണ്ടാകുമ്പോൾ കുഴഞ്ഞു എന്നുള്ള പേടി വേണ്ട, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. എന്നാൽ പിന്നെ സമയം കളയണ്ട, നേരെ കുക്കർ എടുത്ത് ഓയിലും കുറച്ച് നെയ്യോടെ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഹോൾ ഗരം മസാലയും ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും എരിവിനനുസരിച്ച് പച്ചമുളകും നീളത്തിലരിഞ്ഞു വെച്ച സവാളയും പാകത്തിന് ഉപ്പോടെ തട്ടി. ഈ സവാള വഴട്ടുമ്പോൾ ഉപ്പിടുന്നത് എന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി വഴണ്ട് വരുമ്പോൾ പാകത്തിന് മഞ്ഞപ്പൊടിയും കറി മസാലയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അങ്ങനെ വേവിച്ചെടുത്ത ഒനിയൻ മസാലയിലേക്ക് നീളത്തിലെറിഞ്ഞ തക്കാളിയോടെ തട്ടി ഇളക്കി വേവിക്കാം. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന മഷ്റൂം ഇതിലേക്ക് തട്ടി ഇളക്കി വേവിക്കാം. അപ്പൊ പലരും ചിന്തിക്കും ഈ മഷ്റൂമോടെ ആദ്യം ഇട്ടിട്ട് അങ്ങ് വേവിച്ചാൽ പോരെന്ന്. അത് പറ്റില്ല. കാരണം മഷ്റൂം ആദ്യം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്ത് ഒരുമാതിരി ചൗന്നായി പോകും, പിന്നെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ മഷ്റൂം ലാസ്റ്റ് ഇട്ട് നമ്മൾ വേവിക്കുന്നത്. അങ്ങനെ മഷ്റൂമോടെ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴുകി കുതിർത്തി വെച്ചാർന്ന പൊന്നിയരി ഇതിലേക്ക് തട്ടി ഉടച്ചു കളയാതെ നന്നായിട്ട് ഇളക്കി. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നോടൊന്നങ്ങ് ഇളക്കി കുനുകുനാന്നരിച്ചുന്ന മല്ലിയിലയും ഒരു നാരങ്ങയോടെ പിഴിഞ്ഞൊഴിച്ച് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കി. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് വാരിടാട്ടോ. മേളിലൊരു സ്പൂൺ നെയ്യോടെ കോരി ഒഴിച്ച് ഇളക്കി കുക്കർ അടച്ച് വേവിക്കാം. ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് പ്രഷർ മുഴുവൻ പോയി തീരുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിക്കാനുള്ള കൊതി കൊണ്ട് പെട്ടെന്ന് തുറന്ന് പിന്നെ അരി വെന്തില്ലെന്നും പറഞ്ഞ് എന്നെ കുറ്റം പറയരുത്. അതുകൊണ്ട് ക്ഷമയോടെ ഈ പ്രഷർ മുഴുവൻ പോയി തീരുന്നവരെ വെയിറ്റ് ചെയ്ത് കുക്കർ തുറന്ന് ഇളക്കിയെടുത്ത് കുറച്ച് സർലാസും നാരങ്ങ അച്ചാറോടെ കൂട്ടിയാണ്ട് കഴിച്ചാലുണ്ടല്ലോ സംഭവം പൊളിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണേ.